Hi everyone, welcome to Adira Cons. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ടോപ്പിക് ആണ്. സോ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു. സോ ഇതൊരു ഡെമോ ആണ്. വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. ഓക്കെ, റേഷ്യോ ആ ഒരു ടോപ്പിക് എന്തിനാണ് ചൂസ് ചെയ്ത് ഇത്രയും ഈസിയസ്റ്റ് ടോപ്പിക് എന്ന് വിചാരിക്കും. ആക്ച്വലി ദിസ് ഇസ് വൺ ഓഫ് ദ മേജർ ടോപ്പിക് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. കാരണം ഇതിന്റെ ബേസ് അറിഞ്ഞാൽ നമുക്ക് ഏകദേശം ഹാഫ് ഓഫ് ദ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടോപ്പിക്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത് പോലെ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദ റേഷ്യോ വിച്ച് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ ഏജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ അല്ലെ, ആവറേജ്, പാർട്ട്ണർഷിപ്പ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെന്റേജ്, DI, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, SI പോലും ഈവൻ കമ്പാരിസൺ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള എല്ലാത്തിലും എന്ത് വേണം, നമുക്ക് ബേസ് ആയിട്ട് റേഷ്യോ എന്ന് പറയുന്ന ടോപ്പിക് വേണം. അപ്പോൾ ബേസ് ആയിട്ട് നമുക്ക് ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയ ഡെഫിനറ്റ്ലി ഇനി വരുന്ന എല്ലാ ടോപ്പിക്സും നമുക്ക് ഫൗണ്ടേഷൻ ഗുഡ് ആകും. ഓക്കെ, സി ഇവിടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി റേഷ്യോ വിച്ച് ഇസ് ബീൻ എക്സ്പ്രസ്ഡ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഈക്വൽ ക്വാണ്ടിറ്റി, കമ്പാരിസൺ ഓഫ് ഈക്വൽ ക്വാണ്ടിറ്റിനെയാണ് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് പ്രപ്പോർഷൻ. ദെൻ സിമ്പിളും തന്നിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ് ഈസിയസ്റ്റ് വേയിൽ എങ്ങനെയാണ് നമ്മൾ റേഷ്യോനെ കൺവേ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് നോക്കി, ഇപ്പൊ ഞാൻ ഏജ് ഓഫ് 2 persons are in the ratio, age of 2 persons, അതായത് let the 2 persons A is to B, 2 is to 3. Okay, then ഞാൻ എഴുതുകയാണ് ഇവിടെ age of person A is to weight of person B is to 3. അതായത് age of person A and weight of person B is given as 2 is to 3. Okay, ഇതിൽ ഏതാണ് കറക്റ്റ് ഫോം ഓഫ് റേഷ്യോ? സി, നമ്മൾ പറഞ്ഞ ഈ ഈക്വൽ ക്വാണ്ടിറ്റി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ 2 പേഴ്സൺസിന്റെയും ഏജ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഒരു പേഴ്സന്റെ ഏജും വേറൊരു പേഴ്സന്റെ എന്തും കമ്പയർ ചെയ്യാൻ പാടില്ല, വെയിറ്റും കമ്പയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ആ പെർട്ടിക്കുലർ നമ്പേഴ്സിന്റെ സിംപ്ലിഫൈഡ് ഫോമിനെ നമ്മൾ ഒരിക്കലും എന്തെന്ന് പറയില്ല, റേഷ്യോ എന്ന് പറയില്ല. റേഷ്യോ ഓഫ് 2 ഈക്വൽ ക്വാണ്ടിറ്റീസ് നമ്മൾ കമ്പയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, സി, റേഷ്യോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്പേഴ്സിൽ മാത്രമാണോ അപ്ലിക്കബിൾ എന്ന് ചോദിച്ചാൽ അല്ല. റേഷ്യോയില് അണ്ടറിൽ വരുന്ന ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്. സി, കമ്പാരിസൺ ഓഫ് റേഷ്യോ. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തില്ലേ A is to B എന്ന് പറയുന്നത്, അതുപോലെ A is to B ഉണ്ട്, A is to B is to C ഉണ്ട്, A is to B is to C is to D ഉണ്ട്, A is to B is to C is to E ഉണ്ട്. അങ്ങനെ ഒരുപാട് റേഷ്യോസ് ഉണ്ട്. See, ഇനി അടുത്തത് based on the quantity, then based on the numbers, based on students, based on distribution. ഷെയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ certain റുപ്പീസ് തന്നിട്ട് എക്ക് ഇത്ര പെർസെന്റേജ്, ബിക്ക് ഇത്ര പെർസെന്റേജ്, സിക്ക് ഇത്ര പെർസെന്റേജ് എങ്കിൽ ഫൈൻഡ് ദ ഷെയർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഷെയർ പെർസെന്റേജ് ഓഫ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ടത് തന്നെയാണ് റേഷ്യോ ആണ്. ദെൻ ബേസ്ഡ് ഓൺ കോയിൻസ് എന്ന് പറയുമ്പോൾ വാല്യൂസ്, ഇപ്പൊ 100 രൂപി, 50 രൂപി, 500 രൂപി ഡിനോമിനേഷൻസ് തന്നിട്ട് ഒരു പേഴ്സന്റെ കയ്യിൽ 50 രൂപ നോട്ട് എത്രയാണ്, 100 രൂപന്റെ നോട്ട് എത്രയാണ് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നോട്ടിന്റെ മൊത്തമുള്ള വാല്യൂ എത്ര, 100 രൂപ നോട്ട്സിന്റെ ടോട്ടൽ വാല്യൂ എത്രയാണ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ. അപ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം, റേഷ്യോയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഡെമോ ക്ലാസ്സിൽ ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് ആണ് ആൻഡ് പ്രപ്പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം സബ് ടോപ്പിക്സ് ടു ബി കവേർഡ് അണ്ടർ ദ ടോപ്പിക് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇവിടെ നമ്മുടെ റേഷ്യോ ആണ് അല്ലെ. റേഷ്യോ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റേഷ്യോസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ ആയിരിക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റേഷ്യോസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് കോമ്പൗണ്ടഡ് റേഷ്യോ. കോമ്പൗണ്ടഡ് റേഷ്യോ, ദെൻ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, നെക്സ്റ്റ് subduplicate ratio, triplicate ratio, subtriplicate ratio, next one is inverse ratio.
ഓക്കെ, അപ്പൊ ഇത്രയും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റേഷ്യോസ് ആണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോ ഫൈൻഡ് ദ കോമ്പൗണ്ടഡ് റേഷ്യോ ഇഫ് A is to B is to C is to find the compounded ratio if A is to B and C is to D is given as 2 is to 3 and 4 is to 5. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നെന്ന് വിചാരിക്കാം. ഞാൻ എന്താ പറഞ്ഞ A is to B and B is to C യുടെ ജസ്റ്റ് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു, അതെന്താ കോമ്പൗണ്ടഡ് റേഷ്യോ. അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഞാൻ A is to B is to C is to ആണ്, പ്രപ്പോർഷൻ അല്ല, നമ്മൾ സിംഗിൾ കോളം മാത്രമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പിൽ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം ഇതിനർത്ഥം എന്താ, പ്രപ്പോർഷന്റെ അർത്ഥം എന്താ, A by B is equal to C by D എന്നുള്ള റിലേഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ A is to B is to C is to D എന്ന് പറയുമ്പോൾ നമുക്ക് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ എന്നുള്ള റിലേഷൻ ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഡബിൾ കോളം അല്ലാത്തത് A is to B is to C is to D. അപ്പോൾ ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് നമ്പേഴ്സ് ഇവിടെ എയും ബിയും രണ്ടും വേറെ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് അല്ലേ, അപ്പോൾ എയും ബിയും എടുക്കുക. സോ A and B എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 2 into 4 is 2, B യും D യും എന്ന് പറയുന്നത് എത്രയാണ്, that is 3 into 5 which will be equal to 8 is to 15 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഒരിക്കലും ഇതിന്റെ പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് മിഡിൽ വൺ എന്ന് കൺസിഡർ ചെയ്യരുത്, which is applicable for the proportion. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ബിക്കോസ് A is to B, find the compounded ratio of A is to B is to C is to D അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് എന്തുമായിട്ട് കൺസിഡർ ചെയ്യരുത്, ഫോർത്ത് പ്രപ്പോർഷൻസുമായിട്ട് കൺസിഡർ ചെയ്യരുത്. രണ്ട് ക്വസ്റ്റ്യൻസും വേറെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ കോമ്പൗണ്ടഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ A is to B എന്നുള്ള ഒരു വാല്യൂനെ 3 is to 4 എന്ന് കൺസിഡർ ചെയ്യാണ്. So find the value of duplicate ratios എന്ന് പറയുമ്പോൾ it is equal to A square is to B square. So A square is to B square എത്രയാ, 9 is to 16 എന്ന് വരും. ഓക്കെ, ഇനി സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഇപ്പോ സെയിം ലൈക്ക് ഇതിന് ഞാനിപ്പോ 16 is to 125 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, find the subduplicate ratio of 60 is to 25, not 125, 60 is to 25. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ സബ്ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 16 is to സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് വരും. That will be equal to 4 is to 5 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് ട്രിപ്ലിക്കേറ്റ് റേഷ്യോയില് let A is to B be 3 is to 5. ഓക്കെ, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് എന്ന് വിചാരിക്കാം. എങ്കിൽ ഫൈൻഡ് ദ ട്രിപ്ലിക്കേറ്റ് റേഷ്യോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക, 3 cubed is to 5 cubed, അതായത് 27 is to 125 എന്ന് വരും. ഇനി അടുത്തത് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോയില് ഇപ്പൊ തന്നിരിക്കുന്നത് എന്തായിരിക്കും, 216 let A be 216 and B be 343 എന്നുണ്ടെങ്കിൽ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ will be equal to cubic root of 260 is to cubic root of 343, അതായത് 6 is to 7 എന്ന് വരും. ഇനി അടുത്തത് ഇൻവേഴ്സ് റേഷ്യോ ആണ്. ഓക്കെ, ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ സപ്പോസ് A is to B is given as 4 is to 5 എങ്കിൽ അതിന്റെ ഇൻവേഴ്സിൽ എന്തായിരിക്കും, റെസിപ്രോക്കൽ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ നമ്പർ. സോ 1/4 is to 1/5 എന്ന് പറയുമ്പോൾ 5 is to 4 ആയിരിക്കും അതിന്റെ ഇൻവേഴ്സ് റേഷ്യോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ടൈപ്പ് ഓഫ് റേഷ്യോസിൽ വരുന്നത്. സോ അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് റെയിൽവേ എക്സാംസിലും അതുപോലെ SSCയുടെ MTS ലെവൽ GD ലെവൽ എക്സാംസിലൊക്കെ കണ്ടുവരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇനി അടുത്തത് പ്രപ്പോർഷൻസ് നോക്കാം. പ്രപ്പോർഷൻസിലും ഇതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രപ്പോർഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്മൾ മേജർ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കോമ്പൗണ്ടഡ് റേഷ്യോസും അതുപോലെ തന്നെ ഫോർത്ത് പ്രപ്പോർഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അത് തെറ്റിപ്പോവാനുള്ള ചാൻസസ് കൂടുതലാണ് ബിക്കോസ് ഓഫ് ആ സിമ്പിൾ. ഓക്കെ, ഇപ്പൊ പ്രപ്പോർഷൻസ് എന്ന് പറഞ്ഞു അല്ലെ, ഇപ്പൊ ഞാൻ പ്രപ്പോർഷൻസിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് എന്താ, A is to B ഡബിൾ കോളം പറഞ്ഞ പ്രപ്പോർഷൻ is to C is to D, അതായത് A by B equal to C by D ആണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനെ നമുക്കൊരു ഫോർമുല ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. The product of extremes equal
ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് മിഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ A is to B എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് എന്താ? എയും ഡിയുമാണ് അല്ലെ. അപ്പോൾ A into D ഈക്വൽ ടു B into C എന്ന് വരും. ഇത് അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാം? സപ്പോസ് ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻസ് എടുക്കാമെന്ന് വിചാരിക്കാം. അതായത് 16:48 proportion to 7:x. Find the value of x. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് എന്നുള്ള ഒരു പർട്ടിക്കുലർ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പൊ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? 16ഉം 48ഉം ആണ് അല്ലെ. ഇതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈഡ് പല റേഷ്യോസ് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ റാൻഡംലി എടുത്ത ക്വസ്റ്റ്യൻ ആണ് എഗെയിൻ. അപ്പോൾ നമുക്ക് 1:3 എന്നുള്ള ഒരു റേഷ്യോ വരും. ഗോട്ട് ഇറ്റ്. ഇപ്പോ ഇതാണ് 1:3 എങ്കിൽ ഇവിടെ 7 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 1 ആണ്. ബിക്കോസ് ഈക്വൽ ക്വാണ്ടിറ്റി ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 3 വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? 7 ആണ് 1 യൂണിറ്റ് എങ്കിൽ ഈ 3 വാല്യൂ കിട്ടണമെങ്കിൽ 3 into 7 which will be equal to 21 എന്ന് വരും. ഇങ്ങനെയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പിന്നീട് വന്നേരാം, കമ്പാരിസൺ ഓഫ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ്. ഓക്കെ, ഇതിന്റെ ടൈപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസും മിഡിൽസും എടുക്കുന്നതിനെ കണ്ടുപിടിക്കാനുള്ള ഈസിയസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇനി അടുത്തത് മീൻ പ്രപ്പോർഷൻ ആണ്. ടൈപ്സ് ഓഫ് പ്രപ്പോർഷൻസിൽ വരുന്നത് മീൻ പ്രപ്പോർഷൻസ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ മീൻ പ്രപ്പോർഷൻസിൽ സി ഇപ്പോ എ ആൻഡ് ഫൈൻഡ് ദ മീൻ പ്രപ്പോർഷൻസ് ആൻഡ് ഗിവൺ ദാറ്റ് ഓഫ് ഇപ്പൊ പെർട്ടിക്കുലർ വാല്യൂ തന്നിരിക്കുകയാണ്. ലൈക്ക് എന്താ തന്നിരിക്കുന്നത്? ലൈക്ക് 3 and 4 എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇതൊരു ജസ്റ്റ് ഒരു വാല്യൂ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3 and 4. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എക്സാക്ട്ലി കിട്ടുമോ? ഇല്ല. മീൻ പ്രപ്പോർഷൻസിനെ നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് എക്സാക്ട് കിട്ടുകയാണെങ്കിൽ 4:8. ശരി, ലെറ്റ് ഇറ്റ് ബി 3:4 എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ നോക്കി A is to B is to B is to C എന്ന് എടുക്കണം. കാരണം ഞാൻ എന്താ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കിയതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. A is to B, അപ്പൊ 3:4 is to 4:C. ഫൈൻഡ് ദ മീൻ പ്രപ്പോർഷൻ എന്നാണെങ്കിൽ ഈ C എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഈ എക്സ്ട്രീ എന്താ പറയാ നമ്മുടെ വാല്യൂ. സി ഇതാണ് C. B എന്ന് പറയുന്നതായിരിക്കും. ഓ, എൻറ്റയർലി തെറ്റിപ്പോയി അല്ലേ. ഒരു മിനിറ്റ്. ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോ എയും ബിയുടെയും ഞാൻ ഫൈൻഡ് ദ പ്രപ്പോർഷൻ ഓഫ് എ ആൻഡ് സി എന്ന് പറഞ്ഞു വിചാരിക്കാം. വാട്ട് എവർ 4:16 എന്ന് പറഞ്ഞു വിചാരിക്കാം. ഓക്കെ, 4:16 ആണ് എങ്കിൽ ഫൈൻഡ് ദ മീൻ പ്രപ്പോർഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കേണ്ടത് A is to A into C, A is to B is to B is to C. ഈ B പറയുന്ന വാല്യൂ ആയിരിക്കും മീൻ പ്രപ്പോർഷൻസ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഈ മീൻ പ്രപ്പോർഷനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. അതായത് ബി വാല്യൂ നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടതോ അതിനെ നമ്മൾ എക്സ് ആയിട്ടാണല്ലോ ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ആ എക്സിന് പകരം ജസ്റ്റ് വേരിയബിൾസ് യൂസ് ചെയ്തേ ഉള്ളൂ. ബട്ട് അത് കൺഫ്യൂസ്ഡ് ആയി. സി അപ്പൊ നമുക്ക് മീൻ പ്രപ്പോർഷൻസ് എന്ന് പറയുകയാണെങ്കിൽ A is to B is to B is to C എന്ന് എടുക്കുക. ഓക്കെ, അപ്പൊ ഈ B എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, മീൻ പ്രപ്പോർഷൻ വാല്യൂ ആണ്. C നമുക്കറിയാം 16ഉം A നമുക്കറിയാം 14ഉം ആണെന്ന്. ഓക്കെ, സോ പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം 4 into 16 equal to B square. സോ B വാല്യൂ ഈക്വൽ ടു എന്താ? 16ന്റെ സ്ക്വയർ 4ഉം 4ന്റെ സ്ക്വയർ എത്രയാണ്? 2ഉം. അപ്പൊ B വാല്യൂ വിൽ ബി ഈക്വൽ ടു 8 എന്ന് കിട്ടും. ഇതൊന്ന് പ്രപ്പോർഷനിലെ ഒരു ടൈപ്പ്. ഓക്കെ, ഇനി മീൻ പ്രപ്പോർഷൻ അല്ലാതെ നമുക്ക് തേർഡ് പ്രപ്പോർഷൻ പറഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ട്. തേർഡ് പ്രപ്പോർഷൻ ഇപ്പൊ ഇതിലും ഞാനൊരു എക്സാമ്പിൾ ഇപ്പോ A is to B നെ നമുക്ക് ഒരു 4:8 എന്നുള്ള എടുത്തു എന്ന് വിചാരിക്കാം. ഫൈൻഡ് ദ തേർഡ് പ്രപ്പോർഷൻ ഓഫ് 4 and A എന്ന് തന്നു. 4 and 8 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അവിടെ ഈസ്റ്റ് ഒന്നും തന്നിട്ടില്ല. 4 and 16 എന്നൊക്കെ തരികയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 4 and 8 എന്ന് തരുമ്പോൾ തേർഡ് പ്രപ്പോർഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം? To find out the third proportion, let the value of C equal to second number square by first divided by A. Second number പറയുമ്പോൾ B ന്റെ square by A. B square ഇവിടെ എത്രയാണുള്ളത്? നമുക്ക് 8 എന്നാണുള്ളത് അല്ലേ. അപ്പോൾ 8 into 8 divided by 4 which will be equal to 16 എന്ന് വരും. ഇതാണ് എന്തെന്ന് പറയുന്നത് തേർഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്.
ഇനി ഫോർത്ത് പ്രപ്പോർഷൻ ആണ് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഫൈൻഡ് ദ ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 9:6:12:x എന്ന് തന്നു വിചാരിക്കാം. ഈ വാല്യൂ തരണം എന്നില്ല. ഇവിടെ ഇപ്പൊ നോക്കി ഞാൻ ഇത്രയും നമ്പേഴ്സിൽ എടുത്തിരിക്കുന്നത് എ ബി 4 ആൻഡ് ബി ബി 8 4 and 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ ഞാൻ തന്നിരിക്കുന്ന പ്രപ്പോർഷൻ അകത്ത് 9:6:12:x എന്നാണ് പറഞ്ഞിട്ട് ഫൈൻഡ് ദ ഫോർത്ത് പ്രപ്പോർഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് 9 into x equal to 6 into 12 എന്ന്. ഓക്കെ, അപ്പൊ ഇത് ക്യാൻസൽ ചെയ്താൽ 4 എന്ന് വരും. again 3 x value will be equal to എന്താ 8 എന്ന് വരും. അപ്പോൾ ഇതാണ് ബേസിക് ടൈപ്സ് ഓഫ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. ഇനി ഞാൻ പറഞ്ഞിരുന്നു മേജർ ആയിട്ട് നമുക്ക് പ്രപ്പോർഷനും റേഷ്യോയിലും വരുന്ന ഒരു മേജർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താ, എപ്പോഴും സ്റ്റുഡൻസ് കൺഫ്യൂസ് ആവുന്ന ഒരു സെർട്ടൈൻ ഉണ്ട്. ഇപ്പോ A by B, ഇപ്പൊ ഞാനിപ്പോ എയും ബിയും അല്ലെ 3:4 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് 7:6 എന്നും ഞാൻ എഴുതി. ഓക്കെ, എന്തോ ഒരു വാല്യൂസ്, അതായത് ഇവിടെ ഞാൻ ആവറേജ് ഓഫ് എ ആൻഡ് ബി എന്ന് എഴുതി. ഇവിടെ ഞാൻ ആവറേജ് ഓഫ് ബി ആൻഡ് ആവറേജ് ഓഫ് സി ആൻഡ് ഡി എന്ന് എഴുതി. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, നമ്മൾ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഫൈൻഡ് ദ ആവറേജ് ഏജ് ഓഫ് എ ആൻഡ് ബി 3:4 എന്ന് പറയുമ്പോൾ നമുക്ക് ചിലര് നമ്മൾ റിയൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇതിന് 3x എന്ന് എടുക്കും അല്ലെ. പിന്നെ ഈ 7 എന്ന് പറയുമ്പോൾ ഇവിടെ 7x എന്ന് എടുക്കും. ഇത് ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക. ദിസ് ഇസ് എ ബേസിക് ബ്ലണ്ടർ. ഓക്കെ, അപ്പൊ നമ്മൾ അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം എന്തെന്ന് വെച്ചാൽ ഈക്വൽ റേഷ്യോ കമ്പയർ ചെയ്യുന്നത് രണ്ട് ടേംസ് ഈക്വൽ ടേംസ് ആണ്. എയും ബിയും ആണ് അവർ തന്നതെങ്കിൽ എയും ബിയുമാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഒരിക്കലും എയും സിയുമായിട്ട് റേഷ്യോനെ എന്ത് ചെയ്യാൻ നിൽക്കരുത്, കമ്പയർ ചെയ്യരുത്. അതായത് ഇത് 3x-ഉം 4x-ഉം ഇതെന്ന് പറയുന്നത് 7y-ഉം 6y-ഉം ഇഫ് ഇറ്റ് ഇസ് എ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ 2:3 എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫൈൻഡ് ഇഫ് ദ നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3. ഓക്കെ, ആൻഡ് ഗിവൻ ദ സം ഓഫ് ദ നമ്പേഴ്സ് ആസ് 120. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ. ഓക്കെ, ഇങ്ങനെ തരുമ്പോൾ നമുക്ക് നോ നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു ദ നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇപ്പൊ 2ഉം 3ഉം അല്ലെ രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. നോക്കി, ഈ ഡിഫറൻസ് എന്താണ്, ഡിഫറൻസ് ആണ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ഇനി അവർ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് ദ സം ഓഫ് ദ 2 നമ്പേഴ്സ്. ഇവിടെ സം ഓഫ് ദ 2 numbers is given as 120. They are not comparing the particular numbers with other number. Sum of the another number എന്നൊന്നും പറഞ്ഞിട്ടില്ല. Sum of this particular 2 numbers is 120 എന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ 2ഉം 3ഉം എന്ന് പറയുമ്പോൾ 5 യൂണിറ്റ്. 5 യൂണിറ്റ് ആണ് 120 എങ്കിൽ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, 1 യൂണിറ്റ് എത്ര എന്നാണ്. ഈ യൂണിറ്റ് പാർട്ട് എന്നൊക്കെയാണ് നമ്മൾ മാക്സിമം എന്ന് ചെയ്യുക. കാരണം ഈ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് നമ്മൾ മാക്സിമം അതിലോട്ട് എന്തിലോട്ട് പറയാ, യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഇത്രയും പാർട്ട് ആണ് എന്ന് കൺവേർട്ട് ചെയ്യാം. നത്തിങ് ബട്ട് ഇതിന് നമ്മൾ 2x-ഉം 3x-ഉം ആയിട്ട് നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അവിടെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക, യൂണിറ്റ് അല്ലെങ്കിൽ പാർട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ 5 യൂണിറ്റ് ആണ് 120 എങ്കിൽ 1 യൂണിറ്റ് എത്രയാ 24. ഇതാണ് റേഷ്യോന്റെ ഏറ്റവും ഈസി. കണ്ടോ, നമ്മള് no need to find out it in the ഒറിജിനൽ ഇക്വേഷൻ ഫോം നമ്മൾ വേഗം ഈസിയസ്റ്റ് ഫോമിൽ ചെയ്തു. അപ്പൊ ഇതുപോലെ ആയിരിക്കും ഓരോ ടൈപ്പും നമ്മൾ ഈസിയസ്റ്റ് വേയിൽ വിത്ത് കൺസെപ്റ്റാലിറ്റിയോടുകൂടി ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു, നമ്മുടെ കോഴ്സ് ഫീസ് ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോനകത്ത് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 499 rupees. It is covering all whole cons. Okay, അതായത് ബാങ്ക് എക്സാം, റെയിൽവേ എക്സാം, SSCയുടെ ബേസിക് ഫ്രം ദ ബിഗിനിങ് ടു അഡ്വാൻസ് ലെവൽ. നമ്മൾ പറഞ്ഞതുപോലെ ബേസിക് BI, അഡ്വാൻസ് BI സെക്ഷൻസ് ഓഫ് കോൺസ് എല്ലാം നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇത് 60 days ക്രാഷ് കോഴ്സ് ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് റിഗാർഡിംഗ് ദിസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി DM me on this particular 9048754751 on this particular number, or you can join our Telegram group. Okay, Telegram group which is provided in our description. Okay, so if you have any doubt regarding this particular class,
course details and all, you can message me. Thank you.